മഞ്ഞയിൽ കുളിച്ചു നിൽക്കുകയാണല്ലേ. ഗുഡ് മോർണിംഗ്, ഹാപ്പി ഓണം സുലേഖ. ഇത് എവിടെയാണിത്? ചെണ്ടമേളമാണ് നമ്മൾ കേൾക്കുന്നതെല്ലാം. ഹാപ്പി ഓണം ശരത്തൻ സിന്ദൂരി. നമ്മളിപ്പോൾ ഉള്ളത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് മുന്നിലാണ്. ഇവിടെയാണ് പൊതുവിൽ തിരുവനന്തപുരത്തുകാരുടെ ഓണത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ഈ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് മുന്നിലാണ്. എന്തായാലും ക്ഷേത്രത്തിന് മുന്നിൽ വലിയൊരു അത്തം, അതായത് തിരുവനന്തപുരം ഭാഷയിൽ അത്തം, നമ്മളുടെ ഭാഷയിൽ അത് പൂക്കളം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഓണം അത് അടിപൊളിയാക്കാൻ എല്ലാം കഴിഞ്ഞ് അത് അടിപൊളിയായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനി അത് സദ്യവട്ടത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ അത് ഓണം അതിന്റെ ഒരു പീക്കിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കണ്ടാൽ ഇത്തരത്തിൽ ആനയടക്കം ഈ പത്രത്തിന് മുന്നിലുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിൽ വലിയ ഭക്തജന തിരക്കൊക്കെ തന്നെയും ഈ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലുണ്ട്. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ആന അടക്കം ഈ ഓണത്തിനെ വരവേൽക്കാൻ അല്ലെങ്കിൽ ഈ ഓണം അടിപൊളിയാക്കാൻ ജനങ്ങൾക്ക് മുന്നിൽ ആനയടക്കം എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ എന്തായാലും ഈ ഓണം അത് അടിപൊളിയായിരിക്കുന്നു, സമൃദ്ധമായി തന്നെ ജനങ്ങൾ ഈ ഓണം ആഘോഷിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ നമുക്ക് ദൃശ്യങ്ങൾ കണ്ടാൽ ഈ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ ഒരുക്കിയിട്ടുള്ള അത്തപ്പൂക്കളം അത് കാണാൻ കഴിയും. വലിയ രീതിയിലുള്ള അത്തപ്പൂക്കളം തന്നെയാണ് എല്ലാ വർഷവും ഒരുക്കുന്നത് പോലെ തന്നെ ഇപ്രാവശ്യവും ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ സമൃദ്ധമായ ഓണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം സംസ്ഥാന സർക്കാരിന്റെ ഈ ഓണം ഇടപെടലാണ്. ആ ഓണം ഇടപെടൽ പറയാതെ ഇത്തവണത്തെ ഓണം അത് പൂർത്തിയാകില്ല എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ സപ്ലൈകോ ആയാലും കൺസ്യൂമർ ഫെഡ് ആയാലും വലിയ രീതിയിൽ ജനങ്ങൾക്ക് ഈ ഓണം സമൃദ്ധമായി സന്തോഷത്തോടു കൂടി ആഘോഷിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും സർക്കാർ ഏർപ്പെടുത്തിയിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഓണത്തിന് മുന്നേ തന്നെ മുൻകൂട്ടി തന്നെ സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ വിപണിയിൽ നടത്തിയിരുന്നു. ഈ എണ്ണവിലയൊക്കെ ഉയരുന്ന വലിയൊരു ഘട്ടം ഈ ഓണത്തിന് മുൻപുണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ എണ്ണവില അത് ശബരി വെളിച്ചെണ്ണ കൂടുതൽ ഈ സപ്ലൈകോയിൽ ഇറക്കിക്കൊണ്ട് അതിനെയൊക്കെ നേരിടുന്നൊരു സാഹചര്യമൊക്കെ തന്നെയും ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ 13 അവശ്യ സാധനങ്ങൾ സബ്സിഡി വിലയിൽ നൽകുമ്പോൾ അത് പൊതുവിപണിയിലും വലിയൊരു മാറ്റത്തിലേക്ക് ഈ പൊതുവിപണിയിൽ സാധനങ്ങളുടെ വിലയിൽ വലിയൊരു മാറ്റത്തിലേക്ക് കടന്നിരുന്നു എന്നുള്ളത് തന്നെയാണ്. സപ്ലൈകോ മാത്രമല്ല കൺസ്യൂമർ ഫെഡും ഇത്തരത്തിൽ വലിയ രീതിയിലേക്കുള്ള ഈ സാധനങ്ങൾക്ക് സബ്സിഡി വില അടക്കം നൽകിക്കൊണ്ട് വലിയ രീതിയിലേക്ക് ഈ കൺസ്യൂമർ ഫെഡും സപ്ലൈകോയും ജനങ്ങളിലേക്ക് ഈ ഓണക്കാലത്ത് എത്തിയിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ സപ്ലൈകോയുടെ കണക്ക് നോക്കുന്ന സമയത്ത് 300 കോടി എന്നുള്ളൊരു ലക്ഷ്യം മുന്നിൽ വെച്ചാണ് സപ്ലൈകോ ഓണച്ചന്തകൾക്ക് തുടക്കമിട്ടതെങ്കിൽ 385 കോടിയാണ് ഇന്നലെ സപ്ലൈകോയുടെ കണക്കനുസരിച്ച് ഇന്നലെ ഈ സപ്ലൈകോ ഓണച്ചന്തകൾ അവസാനിക്കുന്ന ഘട്ടത്തിൽ 385 വിൽപ്പനയാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ഈ ഓണസമയത്ത് നടന്നത് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ വലിയ രീതിയിലുള്ളൊരു ഇടപെടൽ സംസ്ഥാന സർക്കാർ ഈ ഓണക്കാലത്ത് ഈ നടത്തിയിരുന്നു എന്നുള്ളത് തന്നെയാണ്. ജനങ്ങൾ എത്രത്തോളം സമൃദ്ധമായി സന്തോഷത്തോടെ ഓണം ആഘോഷിക്കണം എന്നുള്ള ആ ഒരു കരുതലിൽ തന്നെ ആ ഒരു ലക്ഷ്യത്തിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള ഇടപെടലൊക്കെ തന്നെയും നടത്തിയിരുന്നത്. ഈ കൺസ്യൂമർ ഫെഡ് വഴിയും ഇത്തരത്തിൽ സംസ്ഥാനത്തുടനീളം ഈ കൺസ്യൂമർ ഫെഡിന്റെ ഓണച്ചന്തകൾ ഉണ്ടായിരുന്നു. ഈ ഓണച്ചന്തകളിലും വലിയ രീതിയിൽ തന്നെ ജനങ്ങൾ എത്തി സാധനങ്ങൾ വാങ്ങുന്ന ഒരു സാഹചര്യങ്ങൾ ഇത്തരത്തിൽ 13 സബ്സിഡി സാധനങ്ങൾ കൺസ്യൂമർ ഫെഡിന്റെ ഓണച്ചന്തകളിലും ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നമുക്ക് ആളുകളുടെ പ്രതികരണം തേടേണ്ടതുണ്ട്. ചേച്ചി ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എങ്ങനെയാണ് ഓണം? എങ്ങനെയാണ് ഓണം? നന്നായി അടിച്ചു പൊളിച്ചു. ഇനി എങ്ങനെയാണ് ഓണപരിപാടിക്ക്? എന്താ ഓണപ്പരിപാടി? ഞങ്ങള് എറണാകുളത്തുനിന്ന് വന്നതാണ്. ഇന്നലെ ഇപ്പോൾ ഓണം, ഇന്നലെ ഇന്ന് ഉത്രാടം തിരുവോണം ഇവിടെ അനന്തപുരിയിൽ ആഘോഷിക്കുകയാണ്. നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷം ഉണ്ട്, അവിടെയൊക്കെ പോയിരുന്നോ? കനകക്കുന്നൊക്കെ പോയില്ല. പോകുന്നുണ്ടോ? വലിയ ലൈറ്റ് ഷോ ഒക്കെയാണ് അവിടെ. അതെ, പോകാൻ പറ്റിയ പോണം. എല്ലാവരും നിങ്ങൾ എറണാകുളത്ത്? അതെ അതെ, ഞങ്ങൾ എങ്ങനെയാണ് ഓണം? എങ്ങനെയാണ് ഓണമൊക്കെ നല്ല രീതിയിൽ ഓണം ഇവിടെ തിരുവനന്തപുരത്ത് ആഘോഷിക്കും. ഈ തവണ ഞങ്ങൾ തിരുവനന്തപുരത്ത് ആഘോഷിക്കാന്ന് വിചാരിച്ചു. എന്തായാലും എല്ലാവർക്കും ഹാപ്പി ഓണം. അങ്ങനെ എല്ലാവരും ഈ ഓണത്തിന്റെ ഒരു ആഘോഷത്തിൽ തന്നെയാണ് ഉള്ളത്. എന്തായാലും നമുക്ക് ഈ പുതുതലമുറയോട് കൂടി നമുക്ക് ഓണത്തിന്റെ വിവരങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. ഹാപ്പി ഓണം. എങ്ങനെയാണ് ഓണം? എങ്ങനെയാണ്? നല്ല രീതിയിൽ പോകുന്നു. എന്താണ് ഓണ പരിപാടിക്ക്? എന്താണ് പ്രത്യേകിച്ച് പരിപാടിയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല, ഇനി പറയാം. വല്ല സ്ഥലത്ത് വല്ല ടൂറോ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? അല്ല, നമ്മൾ അമ്പലങ്ങളിൽ പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷം കനകക്കുന്ന് നടക്കുന്നുണ്ട്, അവിടെ പോയിരുന്നോ? ഇല്ല, പോയിട്ടില്ല. ഇനി പോകണം, 2 ദിവസത്തിനുള്ളിൽ പോകും. ലൈറ്റിംഗ് ഒക്കെ കണ്ടോ? ഇല്ല, കാണാൻ പോകണം. ഓക്കെ, ഹാപ്പി ഓണം. എന്തായാലും അങ്ങനെ ഓണ ശരി സുലേഖ.